لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد لا يغرنك താങ്കളെ വഞ്ചിക്കാതിരിക്കട്ടെ തഖല്ലുബുല്ലദീന കഫറു നിഷേധികളായ ആളുകൾ കറങ്ങിത്തിരിയുന്നത് താങ്കളെ വഞ്ചിക്കാതിരിക്കട്ടെ ഫിൽ ബിലാദ് വിവിധ നാടുകളിൽ മതാഉൻ ഖലീൽ ഇത് വളരെ കുറഞ്ഞ സുഖം മാത്രമാകുന്നു ثم مأواهم ജഹന്നം ശേഷം അവരുടെ അന്ത്യം നരകമാണ് വബിഅ്സൽ മിഹാദ് അത് മഹാമോശം വാസസ്ഥലം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ വലിയൊരു തെറ്റിദ്ധാരണ ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയത്തിന് നിവാരണം വരുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ വിവിധ ആയത്തുകളിൽ പ്രത്യേകിച്ചും ഈ ദർസുൽ ഖുർആനിൽ ഇടയ്ക്കിടെ നാം കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പടച്ചവന് പൊരുത്തമായ നിലയിൽ ജീവിക്കുന്നവരെ പടച്ചവൻ ഇഹലോകത്തും അനുഗ്രഹിക്കുന്ന ആളെ പരലോകത്തും അനുഗ്രഹിക്കും. പരിശുദ്ധ ഖുർആനിൽ നല്ലവർക്ക് സ്വർഗങ്ങൾ നൽകപ്പെടും എന്ന ആയത്തുകളെ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ഇഹലോകത്തും പരലോകത്തും എന്ന ആശയം പറഞ്ഞിട്ടുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാനി ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ പടച്ചവന്റെ മുന്നിൽ നിൽക്കണം എന്ന ഭയത്തോടെ ജീവിക്കുന്നവർക്ക് രണ്ട് സ്വർഗങ്ങളുണ്ട്. ഒരു സ്വർഗം ഈ ലോകത്ത്, മറ്റൊരു സ്വർഗം നാളെ പരലോകത്ത്. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സംശയമാണ്, വിശുദ്ധ വേദങ്ങളിൽ അതുപോലെ മഹാത്മാക്കളുടെ വചനങ്ങളിൽ ഇപ്രകാരമെല്ലാം പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും കാണുന്ന കാര്യം തിരിച്ചാണല്ലോ. ഈ ലോകത്ത് സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സൽസ്വഭാവവും മുറുകെ പിടിച്ചവർ വലിയ ദുരിതത്തിലും പ്രയാസത്തിലും, മറുഭാഗത്ത് നിഷേധികൾ, ധിക്കാരികൾ, അഹങ്കാരികൾ, അക്രമികൾ വലിയ സുഖസന്തോഷങ്ങളിലും പലപ്പോഴും അധികാര സ്ഥാനങ്ങളിലുമാണല്ലോ. അല്ലാഹു തആല ഇതിന് മറുപടി പറയുകയാണ്. ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് നന്ദികെട്ട നിഷേധികൾ വിവിധ നാടുകളിൽ കറങ്ങി നടക്കുന്നത് താങ്കളെ അത്ഭുതപ്പെടുത്താതിരിക്കട്ടെ, വഞ്ചിക്കാതിരിക്കട്ടെ. തഖല്ലുബ് തലകുത്തി മറിയൽ, ഇത് പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയുടെ തെളിവാണ്. കാരണം ഖുർആൻ അവതരണ കാലഘട്ടത്തിൽ യാത്രകൾ ഇന്നത്തെ പോലെ വേഗതയിലായിട്ടില്ല. മക്കയിൽ നിന്നും മദീനയിലേക്ക് 450 കിലോമീറ്റർ ദൂരം സാധാരണഗതിയിൽ 8 ദിനരാത്രങ്ങൾ കൊണ്ടാണ് ആളുകൾ എത്തിയിരുന്നത്.
ഇന്ന് 8 മണിക്കൂറല്ല, വിമാനത്തിൽ മിനിറ്റുകൾ കൊണ്ട്, ബുള്ളറ്റ് ട്രെയിനിൽ 1.5 മണിക്കൂർ കൊണ്ട് സുഖമായിട്ടെത്താൻ സാധിക്കുന്നു. രാവിലെ ന്യൂഡൽഹിയിൽ നിന്നും വയറു നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വ്യക്തി ഉച്ചയ്ക്ക് വളരെ വിദൂരങ്ങളിൽ ഗൾഫിലും പാശ്ചാത്യ നാടുകളിലും റഷ്യൻ മേഖലകളിലും കറങ്ങി കുറെ പ്രസ്താവനകൾ നടത്തി, കുറെ ഫോട്ടോകൾ എടുത്തു, കുറെ സുഖിച്ചു. രാത്രി ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്ന് അടുത്ത സുഖം അനുഭവിക്കുന്നു, തലകുത്തി മറിച്ച്. لا يغرنك تقلب الذين كفروا في البلاد. നിഷേധികളായ ആളുകൾ യാതൊരു ഭയവുമില്ലാതെ സുഖമൃഷ്ടാന ഭോജനത്തോടുകൂടി സുഖസുഷുപ്തികളിലായി നാടുകളിൽ കറങ്ങി നടക്കുന്നത് താങ്കളെ വഞ്ചിക്കാതിരിക്കട്ടെ. വിമാനത്തിൽ തന്നെ രാജകൊട്ടാരം, പോകുന്ന സ്ഥലങ്ങളിൽ രാജകൊട്ടാരം, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ രാജകൊട്ടാരം. لا يغرنك تقلب الذين كفروا في البلاد. നിഷേധികളായ ആളുകളുടെ സുഖസന്തോഷങ്ങളും ആഹ്ലാദ ആർഭാടങ്ങളും താങ്കളെ വഞ്ചിക്കാതിരിക്കട്ടെ. അതിലേക്ക് താങ്കൾ ശ്രദ്ധിച്ചു നോക്കരുത്. അതെന്തുകൊണ്ടാണ്? മതാഉൻ ഖലീൽ, ഇതെല്ലാം അടുത്ത് തന്നെ നീങ്ങിപ്പോകുന്നതാണ്. പടച്ചവന്റെ ഭാഗത്തു നിന്നും ചാട്ടവാറിയനും തീർന്നു, ചൂലുവനും തീർന്നു. മതാഉൻ ഖലീൽ, 8 വലിയ വലയുണ്ടാക്കി, എന്നിട്ട് അങ്ങോട്ട് പാഞ്ഞു, ഇങ്ങോട്ട് പാഞ്ഞു. ഭയങ്കര സന്തോഷം, ആഹ്ലാദം, അഭിമാനം. പതുക്കെ വീട്ടുകാരി ചൂരെടുത്തു, ചെറുതായിട്ടൊന്ന് തൂത്തു. 8 വലയുമില്ല, ഒന്നുമില്ല. മതാഉൻ ഖലീൽ ثم مأواهم ജഹന്നം, അടുത്ത് തന്നെ അവരുടെ ദുഷ്കർമ്മങ്ങളുടെ പേരിൽ അവർ പിടിക്കപ്പെടുന്നതാണ്. പിന്നെ അവർക്ക് ഈ ലോകത്ത് എന്തിനു കൊടുക്കുന്നു? ഒന്ന് അഴിച്ചുവിട്ട് പിടിക്കാൻ വേണ്ടി. മീനിനെ പിടിക്കുന്ന സമയത്ത് ചൂണ്ട നന്നായിട്ട് താഴത്തേക്കിടും. മീൻ വിചാരിക്കും ഏതോ ഫിഷ് വെൽഫെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്തോ ആഹാരം തരുന്നതാണെന്ന് വിചാരിക്കും. അങ്ങനെ കഴിക്കാൻ തുടങ്ങും. നന്നായിട്ട് തൊണ്ടയിലേക്ക് കയറി കുരുങ്ങുമെന്ന് വരുമ്പോൾ ഒരൊറ്റ വരി. ഇതുപോലെ മനുഷ്യൻ പാപങ്ങളിൽ എത്രമാത്രം നിമഗ്നനാകുന്നു, ആണ്ടിറങ്ങുന്നു. പ്രബോധനങ്ങളെയും ഉത്ബോധനങ്ങളെയും എത്രമാത്രം ധിക്കരിക്കുന്നു. അഹങ്കാരത്തിന്റെ വാഹനം എവിടം വരെയും ഓടിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി നാം അവരെ അല്പം അഴിച്ചുവിടുന്നതാണ്. അതുകൊണ്ടവർ സമ്പാദ്യത്തിനും കച്ചവടത്തിനും സുഖാഡംബരങ്ങൾക്കും ലോകത്ത് കറങ്ങി നടക്കുന്നത് കുറഞ്ഞ സുഖമാണ്, കുറഞ്ഞ സുഖം എന്നല്ല. വരാനിരിക്കുന്ന നരകീയ ശിക്ഷയുമായി ബന്ധിപ്പിക്കുമ്പോൾ ഇതിന് സുഖമെന്ന് പോലും പറയാൻ സാധിക്കുന്നതല്ല. ثم مأواهم جهنم وبئس المهاد.
അല്ലാഹു ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ കാര്യം ഉണർത്തുന്നുണ്ട്. മാ യുജാദിലു ഫീ ആയാതില്ലാഹി ഇല്ലല്ലദീന കഫറൂ ഫലാ യഗ്റുർക തഖല്ലുബുഹും ഫിൽ ബിലാദ്. സൂറത്തുൽ മുഅ്മിൻ ഗാഫിർ 4-ാമത്തെ ആയത്ത്. നിഷേധികൾ നാടുകളിൽ തലകുത്തി മറിയുന്നത് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഖുൽ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂന മതാഉൻ ഫിദ്ദുനിയാ ثم إلينا مرجعهم ثم نذيقهم العذاب الشديد بما كانوا يكفرون. യൂനുസ്. പടച്ചവന്റെ മേൽ മതത്തിന്റെ പേര് അപരാധങ്ങൾ കെട്ടിപ്പറയുന്നവർ ഒരിക്കലും വിജയിക്കത്തില്ല. ഈ ലോകത്ത് കുറച്ചു സുഖിക്കും, പിന്നെ നമ്മിലേക്ക് വരും. അവരുടെ നിഷേധവും നന്ദികേടും കാരണം നാം അവരെ കഠിനമായ ശിക്ഷ രുചിപ്പിക്കും. نمتعهم قليلا ثم نضطرهم إلى عذاب غليظ. ലുഖ്മാൻ. നാം അവരെ കുറച്ച് സുഖിപ്പിക്കും, എന്നിട്ട് കഠിന ശിക്ഷയിലേക്ക് ഇടിച്ചു കയറ്റും. أفمن وعدناه وعدا حسنا فهو لاقيه كمن متعناه متاع الحياة الدنيا ثم هو يوم القيامة من المحضرين. രണ്ടു കൂട്ടം ആളുകൾ. ഒരു കൂട്ടരോട് നാം അതിസുന്ദരമായ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. സത്യവിശ്വാസികൾ, സൽക്കർമ്മികൾ, സൽസ്വഭാവികൾ. അവർക്ക് ആ വാഗ്ദാനം മതി. കുറച്ചു നാള് നിൽക്കും. സബറൻ ആല യാസിർ മൗഇദുക്കുമുൽ ജന്ന. കുറച്ചു നാളൊന്ന് നിങ്ങൾ ക്ഷമിക്കും. ഇതൊരു ജയിലറയാണ്. കുറച്ചു നാള് നിങ്ങൾ നിയന്ത്രണ വിധേയമാകി, ശേഷം സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ലോകത്തേക്ക് നിങ്ങളെ യാത്ര അയക്കപ്പെടും. ഒരു കൂട്ടം ആളുകളോട് നാം ഇങ്ങനെ വാഗ്ദാനം ചെയ്തു, അവരാ വാഗ്ദാനത്തെ പ്രാപിക്കുകയും ചെയ്യും. ഇതാണ് ഒരു കൂട്ടം ആളുകൾ. മറ്റൊരു കൂട്ടം ആളുകൾ കമം മത്തഅനാഹു മതാഅൽ ഹയാത്തിദ് ദുനിയാ ثم هو يوم القيامة من المحضرين. മറ്റൊരു കൂട്ടം ആളുകൾക്ക് കുറച്ച് ഭൗതിക സുഖം നൽകി, പിന്നീട് അവരെ ഖിയാമത്ത് നാളിൽ ശിക്ഷയിൽ ഹാജരാക്കപ്പെടും. എന്താ ഈ രണ്ടുപേരും ഒരുപോലെയാകുമോ? അതുകൊണ്ട് സത്യവാന്മാരെ, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, അത്ഭുതപ്പെടേണ്ടതില്ല. നിഷേധികളുടെ കുതിച്ചുചാട്ടങ്ങളിൽ, അവരുടെ ബഹളങ്ങളിൽ, അവരുടെ ആഹ്ലാദ ആരവങ്ങളിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതെല്ലാം കഴിയും. മഴ പെയ്തു തീരുമ്പോൾ, പൊടിപടലങ്ങൾ മാറുമ്പോൾ അറിയാൻ സാധിക്കും കഴുതപ്പുറത്തായിരുന്ന യാത്ര അതോ സുവർണ രഥത്തിലായിരുന്ന യാത്രയെന്ന് അടുത്ത് മനസ്സിലാകും. لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد. അല്ലാഹു നമുക്ക് പടച്ചവന്റെ വാഗ്ദാനങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് നന്മകളിൽ മുഴുകി അതിലൂടെ സമാധാനവും സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ ഉദവി നൽകുമാറാകട്ടെ.